الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം മക്കി സൂറയായ, മക്കയിൽ അവതീർണമായ അധ്യായമാകുന്ന സൂറ അൻ-നംൽ. പ്രസ്തുത അധ്യായത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജസദസ്സിൽ സബഉ രാജ്ഞിയുടെ നാട്ടുവർത്തമാനം ഹുദ്ഹുദ് പക്ഷി പറയുന്ന ഭാഗം സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്നാട്ടിലെ ബിൽക്കീസ് രാജ്ഞിയുടെ ഒരു പ്രസ്താവനയാണ് ഖുതുബയുടെ മുഖദ്ദിമയിൽ സൂറ അൻ-നംലിലെ 34-ാമത് വചനമായിട്ട് ഓതി വെച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജെറൂസലേം ഫിലസ്തീൻ കേന്ദ്രമായിട്ടാണ് ഭരണം നടത്തുന്നത്. പ്രവാചകനാണ്, ഭരണാധികാരിയാണ്. ഭരണാധികാരിയായ പ്രവാചകൻ അതൊരു വല്ലാത്ത ആശയമാണ്. രാഷ്ട്രവും രാഷ്ട്ര സംബന്ധിയായ കാര്യങ്ങളൊക്കെ മതത്തിന് പുറത്താണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ 3 ഇനം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. അതിലൊരിനം പ്രവാചകന്മാർ ഭരണകർത്താക്കളായിരുന്നു. പ്രത്യേകിച്ചും ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ വന്ന പ്രവാചകന്മാരെല്ലാം റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാനത്ത് ബനൂ ഇസ്രാഈലു തസൂസുഹുൽ അംബിയാ, ഇസ്രായേൽ സമൂഹത്തെ നയിച്ചതും ഭരിച്ചതും പ്രവാചകന്മാരാണ്. സാസ യസൂസു, ഭരണപരമായ നേതൃത്വം കൊടുക്കുക, സിയാസത്ത്, രാഷ്ട്രീയം എന്നാണ് അറബി ഭാഷയിൽ. അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നു. വലിയ ഒരു സൈന്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സാധാരണഗതിയിൽ അന്നും ഇന്നുമൊക്കെ സൈന്യത്തിൽ മനുഷ്യരുടെ ഒരു വലിയ പടയുണ്ടാവും. കാലാൾ പടയായും വ്യോമ നാവിക പടയായും ഒക്കെ അത് വികാസം പ്രാപിച്ചത് പുതിയ കാലത്താണ്. പഴയ കാലത്ത് അത്രത്തോളം വികസിതമല്ല. ആ സൈന്യത്തിൽ മൃഗങ്ങളുടെ സ്വാധീനം ഉണ്ടാവും. ആനയും ഒട്ടകവും കുതിരയും കോവർ കഴുതയും ഒക്കെ അതിന്റെ ഭാഗമാണ്. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത് കൂടാതെ ജിന്നുകളിൽപ്പെട്ട ഒരു സൈന്യം അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷികളിൽപ്പെട്ട ഒരു വലിയ സന്നാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുറമെ കാറ്റിനെ അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്തു. ഖുർആൻ കൃത്യമായിട്ട് പറയുന്ന വർത്തമാനങ്ങളാണ്. പക്ഷികളിൽപ്പെട്ട ആ സൈനിക വ്യൂഹത്തിലെ നായകസ്ഥാനത്തുള്ള മെസ്സഞ്ചർ
ദൂതനാണ് ഹുദുഹുദ് പക്ഷി. നമ്മുടെ തഫ്സീറുകളിൽ ഹുദുഹുദ് എന്നത് മരംകൊത്തിയാണെന്ന് പറയാറുണ്ട്. മരംകൊത്തിയാണെന്നും തൂക്കണാങ്കുരുവിയാണെന്നും നന്നങ്കിളി തത്ത പോലുള്ള വർണ്ണശബളമായ ചിറകുള്ള അത്തരം കിളിയാണെന്നും ഒക്കെ വിശദീകരണങ്ങളുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ ഒരു പഠനത്തിന് ഒടുവിൽ പുതിയ കാലത്ത് ഹുദുഹുദ് എന്ന് പറഞ്ഞാൽ മരംകൊത്തിയല്ല, വർണ്ണശബളമായ ചിറകുകളും വാലുകളും നന്നങ്കിളിയുമല്ല, അത് തൂക്കണാങ്കുരുവിയാണെന്നാണ് പുതിയ കാലത്തെ പഠനം. അതിന്റെ കാരണം പക്ഷികളാകുന്ന ഈ സൈനിക വ്യൂഹത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. രാഷ്ട്രത്തലവനും സൈനിക നായകനും കൂടിയാണ് അദ്ദേഹം. പ്രവാചകനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഹുദുഹുദിനെ കണ്ടില്ല. ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോൾ ഒരു സൈന്യത്തിലെ സേനാധിപതി സ്ഥാനത്തുള്ള ഒരാൾ എത്തിയില്ല എങ്കിൽ ഭരണകർത്താവിന് ശരിക്കും ദേഷ്യം വരാം. എവിടെയാണ് ന്യായമായ കാരണത്താൽ അല്ല ഈ വൈകലെങ്കിൽ കൈകാര്യം ചെയ്ത് കളയുമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വർത്തമാനം സൂറത്തുൻ നംലിലുണ്ട്. അധികം വൈകാതെ ഹുദുഹുദ് തിരിച്ചെത്തി. എന്നിട്ട് അദ്ദേഹം പറയുന്ന വർത്തമാനം, ഞാൻ സബയിൽ പോയിരുന്നു, അവിടെ ഒരു രാജ്ഞിയാണ് ഭരിക്കുന്നത്, അവര് സൂര്യനെയാണ് ആരാധിക്കുന്നത് എന്നിത്യാദി വർത്തമാനങ്ങൾ. അപ്പൊ ഈ വിഷയം വെച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ ഒരു പഠനം ജെറൂസലേമിൽ നിന്ന്, ഫിലസ്തീനിലെ ജെറൂസലേമിൽ നിന്ന്, സുലൈമാൻ നബിയുടെ ഭരണസ്ഥിരാ കേന്ദ്രമാണത്, അവിടുന്ന് യമനിലെ സബയിലേക്ക് 2200-ലധികം കിലോമീറ്റർ ദൂരമുണ്ട്. 2200-2500 ഇടയിൽ. അപ്പൊ അത്രയും ദൂരം പോയിട്ടാണ് ഹുദുഹുദ് വരുന്നത്. മരം കൊത്തിക്കോ നന്നം കിളിക്കൊന്നും അത്ര ദൂരം പറക്കാൻ കഴിയില്ല. അതിന്റെ ശാരീരിക ഘടനയും അവയുടെ ജീവിത ചുറ്റുപാടൊക്കെ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട്. തൂക്കണാങ്കുരുവി ദേശാടന കിളി കൂടിയാണ്, ദേശാന്തരം ചെയ്യാൻ കഴിയുന്ന കിളിയാണ്. 8000 കിലോമീറ്റർ അപ്പുറത്തെ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ കേരളക്കരയിൽ ദേശാടന പക്ഷികൾ വരാറുണ്ട്. അതുകൊണ്ട് തൂക്കണാങ്കുരുവിയാണെന്നാണ് സയൻസ്. ഒരു വിവരമായിട്ട് അവിടെ നിൽക്കട്ടെ. ഹുദുഹുദ് വന്നിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞു. സുലൈമാൻ ഇവിടെ സദസ്സിൽ ഇന്നീ വജത്തു ഇംറഅതൻ തംലികുഹും, സബയിലെ ആളുകളെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി സ്ത്രീയെ ഞാൻ കണ്ടു. സൂറത്തുൻ നംൽ. വഊതിയത് മിൻ കുല്ലി ഷൈഇൻ, എല്ലാ ഐശ്വര്യം അവർക്കുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിലെ വിഭാവനകൾ എന്തൊക്കെയാണ് അതെല്ലാം അവർക്കുണ്ട്, അതൊക്കെ നൽകപ്പെട്ടിരിക്കുന്നു. വലഹ അർശുൻ അദീം, ഏറെ അതിശയകരമായ ഒരു കാര്യം, അവൾക്ക് ആ രാജ്ഞിക്ക് ഒരു വലിയ ഗംഭീരമായ സിംഹാസനമുണ്ട്. അടുത്ത വർത്തമാനം വജത്തുഹ വ ഖൗമഹ, പക്ഷെ അതിലെല്ലാം സങ്കടകരമായ കാഴ്ച ഹുദുഹുദ് പറയാണ്. ഞാൻ ഈ രാജ്ഞിയെയും അവിടുത്തെ ഖൗം, അവളുടെ ഖൗമിനെയും കണ്ടത് യസ്ജുദൂന ലിശ്ശംസി മിൻ ദൂനില്ലാഹ്, അള്ളാനെ വിട്ടിട്ട്, അള്ളാനെ കൂടാതെ സൂര്യന് അവർ പ്രണാമം ചെയ്യുന്നു, സൂര്യന് സുജൂദ് ചെയ്യുന്നു, സൂര്യദേവനെ ആരാധിക്കുന്ന കൂട്ടരാണ് അവർ. വസയ്യന ലഹും ശൈത്വാന അഅ്മാലഹും, വിഗ്രഹാരാധന അത് ഉപാസിക്കുന്ന ജനതക്ക് അലങ്കാരമാക്കി കൊടുക്കുന്ന പണി പിശാചിൻ്റെതാണ്. അതുകൊണ്ട് വസയ്യന ലഹും ശൈത്വാനു, പിശാച് അവർക്ക് അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. ഭംഗിയുള്ള നല്ല കാര്യമായി തോന്നിപ്പിക്കുന്നുണ്ട് അഅ്മാൽ, അവിടെ ഈ പ്രവർത്തനത്തെ, സൂര്യദേവനെ ആരാധിക്കുക, പ്രകൃതിയെ ആരാധിക്കുക എന്ന പ്രവർത്തനത്തെ. ഫസദ്ദഹും അനിസ്സബീൽ, അത് മുഖേന അസ്സബീൽ, ശരിയായ ദർശനം, ഇസ്ലാം, പ്രവാചകന്മാരുടെ ലഭ്യമായ ഇസ്ലാം, ഇവിടെ സുലൈമാൻ നബി പ്രതിനിധീകരിക്കുന്ന ഇസ്ലാം, ആ മാർഗത്തിൽ നിന്ന് ഈ വിഗ്രഹ ആരാധന അവരെ തടയുകയും ചെയ്യുന്നു. ഫഹും ലാ യഹ്തദൂൻ, അവർക്ക് മാർഗദർശനം ലഭ്യമായിട്ടില്ല. ഇതാണ് ഹുദുഹുദ് പറഞ്ഞ വർത്തമാനം. ഈ യാഥാർത്ഥ്യം സുലൈമാൻ നബിക്ക് ബോധ്യമായി. സുലൈമാൻ നബി ഹുദുഹുദിന്റെ അടുത്തൊരു കത്ത് കൊടുത്തയച്ചു. ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൂറത്തുൻ നംൽ ശരിക്കൊന്ന് വായിക്കുക. നമ്മുടെ പുതിയ കാലത്തെ വായിക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഖുത്ബയിൽ ഈ വിഷയം ഇപ്പോൾ ഇതിവൃത്തമാക്കി എടുക്കേണ്ടി വന്നത്. അങ്ങനെ ഹുദുഹുദിനത്ത് കത്ത് കൊടുത്തയച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ കത്ത് സബ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഹുദുഹുദ് എത്തിച്ചു. കത്ത് രാജ്ഞിയുടെ കയ്യിൽ തന്നെ കിട്ടി. രാജ്ഞി രാജസദസ്സ് വിളിച്ചു കൂട്ടി. സൂറത്തുൻ നംൽ വീണ്ടും തുടരുന്നു. 29-ാമത് വചനം. കാലത്ത്, രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലൈ കിതാബുൻ കരീം, എനിക്ക് മാന്യമായ ഒരു കത്ത്, ഭീഷണിയില്ല,
വസ്തുതകൾ നേരെ ചൊവ്വേ പറഞ്ഞു നേർക്ക് നേരെ സംവദിക്കുന്ന കത്താണ്. അതുകൊണ്ട് കത്തിനെ അവർ കുറിച്ച് പ്രതികരിക്കുന്നത്, കത്തിനെ കുറിച്ച വിശേഷണം കരീമാണ്, മാന്യമായ ഒരു കത്ത് കിട്ടിയിരിക്കുന്നു. അത് അമേരിക്കയിലെ ഭരണാധികാരി ഇറാൻ അയച്ചതുപോലെ മാന്യത ഇല്ലാത്ത ഒരു വർത്തമാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. കരീം മാന്യമായ കത്താണ്. ഇന്നഹു മിൻ സുലൈമാൻ, ആ കത്തിന്റെ തുടക്കത്തിൽ അത് സുലൈമാൻ നബിയിൽ നിന്നാണ് എന്ന് എഴുതിയിട്ടുണ്ട്. വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കത്തിന്റെ തുടക്കത്തിൽ പരമകാരുണ്യനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നും ഈ കത്തിൽ കുറിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസം എന്നത് ഒരു കോമൺ ഫാക്ടറാണ്. എല്ലാ മതവിശ്വാസികളും ദൈവവിശ്വാസം എന്ന ഒരു മൂല്യമുണ്ട്, അതൊരു കോമൺ വാല്യൂസ് ആണ്. അതുകൊണ്ട് ആ ദൈവവിശ്വാസത്തെ മാനിക്കുന്ന ഒരു ഭരണാധികാരി കൂടി ആയതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ കുഴപ്പമുണ്ട്. വിഗ്രഹാരാധനയാണ്, പ്രകൃതി പൂജയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ദൈവവിശ്വാസം എന്നൊരു മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യനും കരുണാവാരിധിയുമായ സൃഷ്ടാവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നതിനെ അവർ ആ നിലക്ക് മാന്യതയോടെ തന്നെ കാണുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ആ കത്തിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്, അതാണ് അതിന്റെ മർമ്മം. അല്ലാ തഅലൂ അലയ്യ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഔദത്യം പ്രകടിപ്പിക്കുക, നിങ്ങൾ വലിയവരാകാൻ നിൽക്കണ്ട. സുലൈമാൻ നബിയുടെ വർത്തമാനം. വആതൂനി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നോ, വിധേയപ്പെട്ടവരായിട്ട് വരൂ. പേർഷ്യൻ ചക്രവർത്തിക്ക് തിരുനബി എഴുതിയ കത്ത് കഴിഞ്ഞ തവണ നമ്മൾ കേട്ടതാണ്. ഇതിനൊക്കെ ഒരു സാമ്യത കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മുസ്ലിമായിട്ട് വരിക, അസ്ലിം തസ്ലം, മുസ്ലിം ആവുക എങ്കിൽ രക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി എഴുതിയ കത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഇവിടെ സുലൈമാൻ നബി എഴുതിയ കത്ത് ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാ തഅലൂ അലയ്യ വആതൂനി മുസ്ലിമീൻ, എൻ്റെ മുമ്പിൽ ഔദത്യം പുലർത്താൻ നിൽക്കണ്ട, ഡംബ് കാണിക്കണ്ട, അഹങ്കരിക്കണ്ട, ഗർവ് വേണ്ട. അള്ളാഹുവിലേക്കാ വിളിക്കുന്നത്. അള്ളാഹുവിലേക്ക് വിളിക്കാൻ ധൈര്യത്തോടെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവിടെ പേടിക്കേണ്ട കാര്യമില്ല. ആരായിരുന്നാലും പറയേണ്ട വർത്തമാനം ചൂളിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാ തഅലൂ അലയ്യ വആതൂനി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിട്ട് ഇങ്ങ് പോര്, ഇസ്ലാമിന് വിധേയപ്പെടുക എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് രാജി പറഞ്ഞു, കാലത്ത് അവർ സദസ്സിനോട് പറഞ്ഞു, അയ്യുഹൽ മലവു, അല്ലയോ കൊട്ടാരത്തിലെ വിദൂഷകന്മാരെ, രാജ സദസ്സിലെ പ്രഭുക്കളെ, മലകുകളെ, അഫ്തൂനി ഫി അംരി, ഈ കാര്യത്തിൽ എനിക്കൊരു വിധി നൽകണം നിങ്ങൾ. മാ കുന്തു കാത്യദൻ അംറൻ ഹത്താ തഷ്ഹദൂ, നിങ്ങളെ അറിയിക്കാതെയോ നിങ്ങളുമായി കണ്ട് സംവദിക്കാതെയോ ഞാനൊരു കാര്യം തീരുമാനം എടുക്കാറില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിധി നൽകണം. ഖാലു, അപ്പൊ രാജസദസ്സ് ഒന്നടങ്കം പറഞ്ഞു, നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസിൻ ശദീദ്, നമ്മൾ നല്ല ശക്തരായ ആൾക്കാരാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിൽ സൈന്യം, നമ്മുടെ സൈനികരെല്ലാം വല്ല ഉലൂ ഖുവ്വ, നല്ല ശക്തിയുള്ളവരാണ്. വ ഉലൂ ബഅസിൻ, നമ്മൾ സൈനികമായ ആക്രമണത്തിന് കഴിവുള്ളവരാണ്. അതുകൊണ്ട് വൽ അംറുയിലേക്ക് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പന്തുരി മാതാ തഅ്മുരി, നിങ്ങൾ എന്ത് കൽപ്പിക്കുന്നുവോ അത് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണെന്ന് രാജസദസ്സ് പറയുകയും ചെയ്തു. അപ്പൊ ഈ രാജ്ഞി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അതാണ് ഖുത്ബയുടെ മുഖത്തിൽ ഓതി വെച്ച സൂക്തം, സൂറ അൻഅമിന്റെ 34-ാമത്തെ വചനം. കാലത്ത് അവർ പറഞ്ഞു, ഇന്നൽ മുലൂക, രാജാക്കന്മാർ, ഭരണാധികാരികൾ, ഇദാ ദഖലു ഖറിയ, അവരൊരു നാട്ടിൽ പ്രവേശിച്ചാൽ, ഒരു രാഷ്ട്രത്തിൽ പ്രവേശിച്ചാൽ, അഫ്സദൂഹ, ആ നാടിനെ കുട്ടിച്ചോറാക്കി കളയും, കുഴപ്പത്തിലാക്കും, ഫസാദാക്കി കളയും. വജഅലൂ, അവർ ഇതുകൂടി ചെയ്യും, അഇസ്സത അഹ്ലിഹ അദില്ല, അവിടെ മാന്യന്മാരായി ജീവിക്കുന്ന ഇസ്സത്തുള്ള ജനതയെ അവർ നിന്ദ്യന്മാരാക്കി മാറ്റും. വകദാലിക യഫ്അലൂൻ, ഇതാണ് അവർ ചെയ്യുക, അങ്ങനെ തന്നെ പ്രവർത്തിക്കുക എന്ന് ഈ രാജ്ഞി പറയുകയാണ്. ഈ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുതിയ ലോകക്രമത്തിലും നമ്മുടെ രാജ്യക്രമത്തിലുമൊക്കെ വിശുദ്ധ ഖുർആനിൽ പഠിക്കേണ്ട സംഭവം. ഇത് ഖുർആൻ വെറുതെ കഥ പറയല്ല, കുറെ ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. സൂറത്തു നംലിൽ ഈ സംഭവം മുഴുക്കങ്ങ് പറഞ്ഞിരിക്കുക. അത് വെറുതെ കഥ പറയാൻ വേണ്ടി, അങ്ങനെ ഐതിഹ്യ പുരാണങ്ങൾ വായിക്കുന്ന പോലെ, മാവേലിയെ കുറിച്ചും മറ്റൊക്കെ വായിക്കുന്ന പോലെ വായിച്ചു തള്ളാനുള്ളതല്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വരിയും ഒരു പദവും വൃഥാവിലല്ല. ഈ ബോധ്യം ആദ്യം വിശ്വാസികൾക്കുണ്ടാവും. അതുകൊണ്ട് അധിനിവേശം, ഒക്കുപ്പേഷൻ, ഒരു നാട്ടിലേക്ക് കടന്നു കയറി ആ നാട് കയ്യേറുക എന്നത്, അതിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രസക്തമായ വാക്യമാണ്. വിശുദ്ധ ഖുർആന്റെ പ്രസ്താവനയാണ്. ഈ വാക്യത്തെ മുഫസ്സിർ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആദ്യ ഭാഗം രാജ്ഞിയുടെ വർത്താനാണ്. അവരെന്താ പറഞ്ഞത്? കാലത്ത് അവർ പറഞ്ഞു, ഇന്നൽ മുലൂക, രാജാക്കന്മാർ, ഭരണാധികാരികൾ, ഇദാ ദഖലു ഖറിയ, അവരൊരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു ഭരണ സംവിധാനത്തിൽ, ഒരു സാമൂഹ്യ ക്രമത്തിൽ, ഒരു അധിവാസ കേന്ദ്രത്തിൽ, ഒരു സ്റ്റേറ്റിൽ കയറിയാൽ,
പ്രവേശിച്ചാൽ അഫ്സദൂഹ, അതിനാകെ കുഴപ്പത്തിലാക്കും. അവിടുത്തെ മനുഷ്യരുടെ അധിവാസ ക്രമങ്ങളെ തകർക്കും, പാലം തകർക്കും, ബിൽഡിംഗ് തകർക്കും, റോഡ് തകർക്കും, ഉപജീവന മാർഗം തകർക്കും, ആശുപത്രികൾ തകർക്കും, അവിടുത്തെ വിദ്യാലയങ്ങൾ തകർക്കും, വരും തലമുറയെ നശിപ്പിക്കും, കുഞ്ഞുങ്ങളെ മക്കളെ കൊല്ലുന്ന ഭരണാധികാരികൾ. അവിടെ ഇറാനിൽ സ്കൂൾ തകർത്ത് തുടങ്ങി ഇപ്രാവശ്യം. ഫിലസ്തീനിലെ ആശുപത്രി സ്കൂളുകളും തകർത്തുകൊണ്ടേയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോ വെറുതെ വായിക്കണ്ട, അങ്ങനെ വെറും വായനക്കല്ല. ഇതെല്ലാം വളരെ ചരിത്രപരമായ വിശകലനത്തിന്റെ ഒടുവിൽ രക്തം തിളക്കും വിധമുള്ള ആന്തോളനങ്ങൾ, ഹൃദയ മസ്തിഷ്കങ്ങൾ വൈകാരി സൃഷ്ടിക്കും വിധമുള്ള, വേവ് സൃഷ്ടിക്കും വിധമുള്ള വായനക്ക് ഖുർആൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അഫ്സദൂഹ, അവർ ആ നാട്ടിലങ്ങ് കയറിയാൽ ആ നാടങ്ങ് കുട്ടിച്ചോറാക്കും. അങ്ങനെയാണ് അവർ ചെയ്യുക. വജഅലു, അങ്ങനെ ചെയ്യുന്ന മുഖേന എന്ത് കൂടി സംഭവിക്കും? വജഅലു അഇസ്സത അഹ്ലിഹ അദില്ല. അപ്രയോഗ സവിശേഷമാണ്. അവിടെ ഇസ്സത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടുണ്ട്. ഓരോ രാജ്യത്തിനകത്തോടത്തെ പൗരന്മാർ അഭിമാനമുള്ളവരാണ്, ഡിഗ്നിറ്റി ഉള്ളവരാണ്, അന്തസ്സുള്ളവരാണ്. ഇന്ത്യക്കകത്ത് മുസൽമാന്മാർ അന്തസ്സുള്ളവരാണ്. ഇവിടുത്തെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളും ദലിതുകളും അന്തസ്സുള്ള പൗരന്മാരാണ്. ആ പൗരന്മാരുടെ ഡിഗ്നിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നിശബ്ദരാകുന്ന മാപ്പസാക്ഷികൾ ഈ ആയത്ത് വായിക്കാൻ അർഹരല്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുക. അവിടുത്തെ പൗരന്മാരെ നിന്യന്മാരാക്കി മാറ്റും, അന്തസ്സുള്ളവരെ നിന്യന്മാരാക്കി മാറ്റും. അത്രയും ഭാഗം രാത്രി പറഞ്ഞ വർത്തമാനാണെന്ന് മുഫസ്സിരിങ്ങൾ പറയാം. അതിന്റെ അവസാനത്തിൽ വകദാലിക യഫ്അലൂൻ എന്നുണ്ട്. ആയത്ത് അവസാനിക്കുന്ന അങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വർത്തമാനമാണെന്ന് തഫ്സീർ എഴുതി വെച്ചിരിക്കുന്നു. വകദാലിക യഫ്അൽ, അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുക. അധിനിവേശം നടത്തുന്ന ഭരണത്തിൽ അങ്ങനെയാണ് ചെയ്യുക. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ USSR അധിനിവേശം നടത്തി. കഴിഞ്ഞ നൂറ്റാണ്ടില്ല ചരിത്രം എന്ന കാരണന്മാരായിരിക്കുന്നത്. ഒടുവിൽ അമേരിക്കയുടെ പിന്തുണയോടെ റഷ്യൻ ചെമ്പടയെ അഫ്ഗാനിസ്ഥാനിലെ പോരാളി തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അമേരിക്ക അധിനിവേശം ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ സമയത്ത് ഒടുവിൽ അമേരിക്കയും വിട്ട് ഓടേണ്ടി വന്നു. അഫ്ഗാനിസ്ഥാൻ അങ്ങനെ തരിപ്പണമായിട്ട് കിടക്കുന്നു. വല്ലാത്തൊരവസ്ഥയിൽ ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്തോടെ സംസാരിക്കാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനെ കുറിച്ച്. ഇറാഖിനെ കൊണ്ട് കുറെ കാലം അധിനിവേശ സംവിധാനം ഇറാൻ യുദ്ധം ജയിച്ചു. ഇറാനെതിരെ 10 കൊല്ലത്തോളം ഇറാൻ പിടിച്ചു നിന്നു. ഇറാഖ് പിൻവാങ്ങി. അമേരിക്ക പിന്നാലെ കൂടി ഇറാഖിനെ കൊണ്ട് കുവൈത്ത് അധിനിവേശം ചെയ്യിച്ചു. ചരിത്രം നിങ്ങൾക്കറിയാം. ഒടുവിൽ അമേരിക്കയുടെ കളിപ്പാവയായി മാറിയ സദ്ദാം ഹുസൈനെ മാളത്തുനിന്ന് പിടിച്ചെന്ന പോലെ തൂക്കിക്കൊന്നു കളഞ്ഞു. ഇറാഖ് അങ്ങനെ കുട്ടിച്ചോറായി കിടക്കുന്നു. ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ വായിക്കണം. ഖുർആൻ ഇത് വെറുതെ പറഞ്ഞു വെക്കുന്ന വർത്തമാനമല്ല. അധിനിവേശം എന്നൊരു പ്രയോഗത്തെ എത്ര സുന്ദരമായിട്ട് ഖുർആൻ അവതരിപ്പിച്ചത്. ലിബിയ, അവിടുത്തെ ഭരണാധികാരി അധിനിവേശ ശക്തിയുടെ ഇഷ്ടത്തോടെയാണ് അമേരിക്കയുടെ. ഒടുവിൽ ഗദ്ദാഫിക്ക് എന്ത് സംഭവിച്ചു എന്നും ഇപ്പോൾ ലിബിയ എന്താണെന്നും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണെന്നൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പൊ അധിനിവേശം അങ്ങനെയാണ്. അപ്പൊ ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് സുലൈമാൻ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ സംഭവിച്ചത്. അതാണ് രാജ്ഞിയുടെ പ്രശ്നം. സബ രാജ്ഞിയുടെ വിഷയം എന്താ? സുലൈമാൻ ഇങ്ങനെ കത്ത് എഴുതിയിരിക്കുന്നു നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ രാജാക്കന്മാര് കയറി വന്നാൽ സാധാരണ ഇതൊക്കെയാണ് നടക്കുക. അങ്ങനെ സംഭവിച്ചേക്കും. അതുകൊണ്ട് ഞാൻ കുറെ വില പിടിച്ച ഹദിയ സമ്മാനങ്ങളുമായി നമ്മുടെ ഒരു സംഘത്തെ സുലൈമാൻ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ പോവുക. എന്നിട്ട് ഈ സൈന്യത്തിലെ നായകന്മാരും ദൂതന്മാരും ഒക്കെ സമ്മാനങ്ങളുമായി പോയിട്ട് മുർസലൂൻ, ആ ദൂതന്മാർ തിരിച്ചു വരുമ്പോ എന്ത് വൃത്താന്തമാണ് കൊണ്ടുവരിക ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ഞാൻ ആ തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ഈ പറയുന്ന രാജ്ഞി തീരുമാനം പ്രഖ്യാപിച്ചു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അവര് സൈനിക സന്നാഹത്തിന് ഒരുങ്ങിയില്ല. ബുദ്ധിപൂർവമായ നീക്കമാണ് നടത്തിയത്. സുലൈമാനെ കുറിച്ച് അധികം അവർക്ക് അറിയില്ല. ഇത് പ്രവാചകനാണെന്നും അറിയില്ല. സാധാരണ രാജാക്കന്മാർ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ നാട് നശിക്കും, ഇസ്സത്തുള്ള നമ്മൾ നിന്ദന്മാരായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെ സമ്മാനം കൊടുത്തയച്ച് നോക്കാം എന്ന് പറയും. ചരിത്രം ബാക്കി ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് സമയപരിമിതി. വലിയ സന്നാഹങ്ങളും സ്വർണങ്ങളും ഒക്കെ ആയിട്ട് സമ്മാനങ്ങളുമായിട്ട് പറഞ്ഞയച്ചു. സുലൈമാൻ നബി ചോദിച്ചു, നിങ്ങൾ സമ്മാനം നൽകി, സ്വത്ത് നൽകി എന്നെ വഴിക്കൊണ്ടൊരു ശ്രമം നടത്തുന്നത്. അള്ളാഹു എനിക്ക് എത്രയാണ് നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ തിരിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് മാന്യമായി ജീവിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ആ കൂട്ടരെ തിരിച്ചയച്ചു ഖുർആൻ പറയാം.
അങ്ങനെ ഒടുവിൽ ഇത് ബോധ്യപ്പെട്ട സബ രാജ്ഞി നേർക്ക് നേരെ തന്നെ സുലൈമാൻ നബിയെ കാണാൻ വരുന്നു. ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്നിട്ട് സുലൈമാൻ നബി അവരെ സ്വീകരിച്ചു. അവർ വരുന്നതിന് മുമ്പേ സുലൈമാൻ നബിയുടെ കയ്യിലുള്ള സൈനിക സന്നാഹം ഉപയോഗപ്പെടുത്തി അവിടെ അർഷൻ അലീം ആ സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. അങ്ങനെ ഇവരെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിന്റെ അന്തപുരത്തിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവരറിയാതെ വസ്ത്രം പൊക്കി. കാരണം മുമ്പിൽ ഈ തറയിൽ വെള്ളമാണെന്ന് വിചാരിച്ചു. പക്ഷെ വില പിടിച്ച സ്ഫടികമായിരുന്നു. അതവർക്ക് ബോധ്യപ്പെട്ടു. ഈ സിംഹാസനം നിങ്ങളുടേതാണോ? അതുപോലെ തോന്നുന്നു. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാ. ഒടുവിൽ ഈ രാജ്ഞി ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ചരിത്രം. ഇസ്ലാം സ്വീകരിച്ചു. കാലത്ത് അവിടെ വെച്ച് അവർ പ്രഖ്യാപിച്ചു, റബ്ബി, എന്റെ നാഥ, ഇന്നി ലലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചാ ജീവിച്ചത്. നിന്നെ വിട്ട് ഈ പ്രകൃതിയിലെ നിന്റെ സൃഷ്ടികളായ സൂര്യനെ ചന്ദ്രനൊക്കെ ആരാധിച്ച് ഞങ്ങൾ സ്വന്തത്തോട് അക്രമം കാണിച്ചു. വിഗ്രഹ ആരാധനയോട് ഞങ്ങൾ കാണിക്കുന്ന അക്രമം വല്ലാത്ത ഒന്നായിരുന്നു. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. സുലൈമാൻ നബിയുടെ കൂടെ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ വിധേയപ്പെട്ടിരിക്കുന്നു. മുസ്ലിമായിരിക്കുന്നു. അവരുടെ പരിവാരങ്ങളും ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ചരിത്രം. ഇസ്ലാം സ്വീകരിച്ച ശേഷം ഈ രാജ്യം സുലൈമാൻ നബിക്ക് വിധേയപ്പെട്ടു. അവിടെ പിന്നീട് ഭരണം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുവരെ രാജ്ഞിയും കൂട്ടനും തീരുമാനിക്കും വിധമാണ് മനുഷ്യനിർമ്മിതമായ ഭരണ സംവിധാനങ്ങളുടെ സകല ചാബല്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ രാജ്ഞി മുസ്ലിമായി, ആ നാടും ഇസ്ലാമായി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ അവിടെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഭരണപരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം പോയും വന്നും കൊണ്ടിരുന്നു. അവിടെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നു സുലൈമാൻ നബി അവരെ കല്യാണം കഴിച്ചു. പിന്നീട് ആ രാജ്യം കൂടി ഈ വിശാലമായ സുലൈമാൻ രാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറി. അള്ളാഹു അതിന് ഒരുപാട് അറിവുകൾ നൽകിയിരുന്നു, കഴിവുകളും. ആ അറിവും കഴിവ് ഉപയോഗപ്പെടുത്തിയ നാടിന്റെ സാങ്കേതികമായ വൈജ്ഞാനികമായ സകല തലങ്ങളും വികസനം ഉണ്ടായി. തോടുകളും റോഡുകളും ജലസേചന പദ്ധതികളും ഒക്കെ ആയിട്ട് നാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തി. ഏകനായ അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറിന. അപ്പൊ ഇവിടെ രാജ്ഞി മനസ്സിലാക്കിയ കാര്യം, അധിനിവേശ ശക്തികൾ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുക. നാട് കൂട്ടിച്ചോറാക്കും, നശിപ്പിച്ച് കളയും, തകർത്ത് കളയും. അഫ്സദൂഹ വജഅലു അഇസ്സത അഹ്ലിഹ അസില്ല. അവിടുത്തെ ഇസ്സത്തുള്ള ജനത നിന്ദന്മാരായിട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും, അഭയകേന്ദ്രത്തിൽ തള്ളപ്പെടും. നാട് വിട്ട് ലക്ഷങ്ങൾ പലായനം ചെയ്യുന്ന പോലെ ഫലസ്തീനിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ സംഭവിക്കും. ഇതൊക്കെയാണ് അധിനിവേശം ചെയ്യുക. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിഷ്കളങ്കയായ ഭരണാധികാരിയായ രാജ്ഞിയും കൂട്ടി ഇസ്ലാം സ്വീകരിച്ചു. ആ നാട് സമൃദ്ധിയിലേക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിൽ ഇസ്ലാമിക ഭരണാധികാരികൾ ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുന്നത് നമുക്ക് പരിചയമുള്ള ഒക്കുപേഷൻ അല്ല, അധിനിവേശമല്ല. ഒരിക്കലും അവിടെ ആ നാടിനെ കീഴടക്കിയിട്ട് അവിടുത്തെ സകലം തകർത്ത് കളഞ്ഞ് അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ഇങ്ങോട്ട് കൊണ്ടുവരലല്ല, അവിടെ നിർത്തിയിട്ട് അതിനെ വികസിപ്പിക്കല. ഇത് പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞ ചരിത്രം എന്തായിരുന്നു? പേർഷ്യയെ ഇസ്ലാമിക സൈന്യം കീഴടക്കി. ഉമർ ഖത്താബിന്റെ കാലത്ത് പേർഷ്യ ഇസ്ലാമിന് കീഴ്പ്പെട്ടു. പേർഷ്യൻ ഭരണാധികാരികൾ അമ്പെ പരാജയപ്പെട്ടു. ചക്രവർത്തി കിസ്ര നാട് വിട്ടുപോയി. പിന്നെ അദ്ദേഹത്തെ ആരോ കൊന്നുകളഞ്ഞു. ഈ പ്രദേശം ഒന്നടങ്കം പേർഷ്യ ഇസ്ലാമിന് വിധേയമായി. അപ്പൊ ഇസ്ലാം അവിടേക്ക് കയറി ചെന്നു. സൈന്യവുമായിട്ടാണ് പോരാട്ടം. ഒരു സ്കൂളും തകർന്നില്ല, കുട്ടികളെ നശിപ്പിച്ചില്ല, സ്ത്രീകൾ ഭയന്നോടേണ്ടി വന്നില്ല, ആരും റേപ്പ് ചെയ്യപ്പെട്ടില്ല, ആരുടെയും ഉപജീവന മാർഗം സൈന്യവുമായിട്ടാണ് പോരാട്ടം. എന്ത് സംഭവിച്ചു? കിസ്ര അഥവാ ഈ പറയുന്ന പേർഷ്യ ഇസ്ലാമിന് വിധേയമായി. അവിടെയാണ് നമ്മൾ ചരിത്രം പറഞ്ഞെത്തിയത്. വിധേയമായ ശേഷം എന്താ സംഭവിച്ചത്? ആ രാജ്യത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാട്ടിന്റെ ഭരണ സംവിധാനത്തെ ക്രമീകരിച്ചു. അങ്ങനെ ക്രമീകരിച്ചപ്പോ അവിടുത്തെ മനുഷ്യരൊന്നും മുസ്ലിം ആയിട്ടില്ല. പേർഷ്യ ഇസ്ലാമിന് വിധേയമായി, മനുഷ്യരൊന്നും മുസ്ലിം ആയിട്ടില്ല.
ഇസ്ലാം എവിടെ നിർബന്ധമായ മതപരിവർത്തനം നടത്തില്ല. അതൊക്കെ ഈ കാലത്ത് പഠിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ കേൾക്കുന്ന വർത്തമാനെല്ലാം കേട്ട് ചൂളിപ്പോയിരിക്കാം മുസ്ലിമീങ്ങൾ. മതപരിവർത്തനം ഇസ്ലാമിക പ്രബോധനം അതിനുള്ള മാർഗമല്ല. മതപരിവർത്തനം വ്യക്തിയുടെ താല്പര്യമാണ്. അയാൾക്ക് വേണമെങ്കിൽ മാറാതിരിക്കും. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, മനുഷ്യാവകാശമാണ്. അവിടെ ആരെയും മതം മാറ്റിയില്ല. എന്ത് ചെയ്തു? അവിടെ ഒരു നല്ല ഭരണക്രമത്തെ സംവിധാനിച്ചു കൊടുത്തു, മുന്നോട്ട് പോകേണ്ട വഴികൾ നിർണയിച്ചു കൊടുത്തു. ആ രീതി വന്നപ്പോ നാട്ടുകാർ അത്ഭുതപ്പെട്ടു പോയി. ഭരണാധികാരിയുടെ ലാളിത്യം, ലളിതമായ ജീവിത രീതി. ഭരണാധികാരിക്ക് വേണ്ടി കോടികൾ മുടക്കലല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടി പൊട്ടിക്കാൻ കാത്തിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക വർത്തമാനം. എത്രയോ കോടികൾ മുടക്കിയിട്ട് കളിക്കുന്ന കളി കേരളത്തിൽ വരെ അങ്ങനെയാണ്. ജനാധിപത്യ ക്രമത്തിൽ വരെ അങ്ങനെയാണ്. അപ്പുറത്ത് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി തന്റെ വസ്ത്രത്തിനും കണ്ണടക്കും തന്റെ പരസ്യത്തിന് കൊടുക്കുന്ന കോടികൾ എത്രയാണെന്ന കാര്യവും നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം വായിച്ചാലും നമ്മൾ നിശബ്ദരാണ്. കാരണം നമ്മൾ അത്രമേൽ അധമന്മാരായി പോയി. പക്ഷെ ഈ ഭരിക്കുന്ന ഭരണാധികാരിയുടെ ലാളിത്യം ആ നാടിനെ അത്ഭുതപ്പെടുത്തി. പേർഷ്യക്കാരെ ചരിത്രത്തിന്റെ ബാക്കി, കഴിഞ്ഞ കുട്ടിയുടെ ബാക്കി ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ അവർക്ക് ഈ ലാളിത്യം ബോധ്യപ്പെട്ടു. എന്നല്ല, അവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. എവിടെയൊക്കെ വിഗ്രഹാരാധന ഉണ്ടോ അവിടെയൊക്കെ ജാതീയത ഉണ്ടാവും. ഇന്ത്യയിൽ അതാ നടക്കുന്നു. ദലിതൻ മനുഷ്യനാവില്ല, ഉയർന്നവരും താഴ്ന്നവരും എന്ന് ക്രമീകരണമുണ്ട്. അങ്ങനെ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ദലിതന്റെ ജീവിതത്തിന് വിലയില്ല. ജാതി പുറത്തുള്ള ന്യൂനപക്ഷങ്ങൾക്കും വിലയില്ല. അതാണ് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നത്. വിഗ്രഹാരാധന എവിടെയൊക്കെ ഉണ്ടോ അവിടെ ജാതി വ്യവസ്ഥ നിർബന്ധം. വിഗ്രഹ ആരാധന കൂടെ പിറപ്പാണ് ജാതി. ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയാൽ, വർഗ വ്യവസ്ഥയാൽ മാറ്റിനിർത്തപ്പെട്ട മനുഷ്യരായി അംഗീകരിക്കപ്പെട്ടപ്പോൾ അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് പേർഷ്യൻ ഇസ്ലാം ഉണ്ടാവുന്നത്. നമ്മളിപ്പോ പേർഷ്യയാകുന്ന ഇറാൻ ഷിയയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആവട്ടെ, അങ്ങോട്ട് എത്താൻ കുറെ കാലം സഞ്ചരിക്കണം. ചരിത്രം അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ പേർഷ്യയിലെ പിന്നോക്ക ജാതിക്കാരും മാറ്റിനിർത്തപ്പെട്ടവരും വർഗക്രമത്തിൽ, വർഗശ്രേണിയിൽ പിറകിലുള്ളവരുമൊക്കെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക്. ഇന്ത്യയിൽ അങ്ങനെയാണ്. ദലിതുകളും ആദിവാസി ഇസ്ലാം സ്വീകരിച്ചു. ഇന്ത്യയിൽ അങ്ങനെയാണ് സംഭവിച്ചത്. മക്കയിൽ അങ്ങനെയാണ്. അടിമകളാണ് കുറെ ഇസ്ലാമിലേക്ക് വന്നത് റസൂലിന്റെ കാലത്ത്. അത് സംഭവിക്കും, ഇവിടെയും സംഭവിച്ചു. അങ്ങനെ ക്രമേണ പേർഷ്യയിൽ ഇസ്ലാമിന് ആധിപത്യം ഉണ്ടായിരുന്നു. അവിടെ മുസ്ലിങ്ങളായവരൊക്കെ നിർബന്ധമായ സൈനിക സേവനം ചെയ്യണം. അതായത് ക്രമമാണ്. ഇസ്ലാമിന്റെ അങ്ങനെ ക്രമമുണ്ട് കേട്ടോ. ഇറാനിലെ എല്ലാ മനുഷ്യരും യുദ്ധം ചെയ്യാൻ തയ്യാറാ, പെണ്ണുങ്ങൾ വരെ. അതൊരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. കാരണം ഈ സംവിധാനത്തെ സംരക്ഷിക്കാൻ അങ്ങനെയാണ് ഇസ്ലാം ആളുകളെ വളർത്തുക. അതുകൊണ്ട് അവർക്ക് അമേരിക്കൻ പട്ടാളം കാലാൾപ്പട വരാൻ കാത്തിരിക്കുക. ഇങ്ങോട്ട് വാ, തരാം എന്നാ പറയുന്നത്. കാരണം ലക്ഷങ്ങളല്ല കോടികൾ അവർ തയ്യാറാ പോരാടാൻ. അതാ രാജ്യത്തിന്റെ ക്രമമാണ്, ഇസ്ലാമിന്റെ ക്രമം അങ്ങനെ. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ നിർബന്ധമായ സൈനിക സേവനം ചെയ്യണം. 1. 2, ഇസ്ലാം സ്വീകരിച്ചവർക്ക് സക്കാത്തും കൊടുക്കണം. അപ്പോ ഇസ്ലാം സ്വീകരിക്കാത്തവരോ അവരെ ഈ രാഷ്ട്രം സംരക്ഷിക്കും. അവർക്ക് നിർബന്ധമായ സൈനിക സേവനം ഇല്ല. പകരം അവർ സംരക്ഷണ നികുതി ജിസിയ കൊടുക്കണം. ജിസിയ എന്ന പ്രയോഗം ഇസ്ലാമിന് നേരെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന ആയുധമാണ്. മുസ്ലിമീങ്ങൾ പോലും പഠിച്ചില്ല എന്താണ് ജിസിയ. ജിസിയ നൽകേണ്ടത് അവിടുത്തെ അമുസ്ലിം പൗരന്മാരാണ്. അവർക്ക് എല്ലാ സംവിധാനവും ആ രാഷ്ട്രത്തിന്റെ ഇത് കിട്ടും, എല്ലാ സൗജന്യവും കിട്ടും. പക്ഷെ അവർക്ക് പട്ടാള സേവനം നിർബന്ധമല്ല. അവർ സക്കാത്തും കൊടുക്കണ്ട, അവർ നികുതി കൊടുക്കണം. നമ്മളൊക്കെ നികുതി കൊടുക്കുന്നവരാ. ആ നികുതിയാണ് ജിസിയ. സൈനിക അവർ മുസ്ലിം ആകുന്നതോടുകൂടി ജിസിയ ഇല്ലാതാകും. അവർക്ക് സക്കാത്ത് നിർബന്ധമാകും, സൈനിക സേവനവും നിർബന്ധമാകും. ഇന്ന് ഒരു ഇസ്ലാമിക രാജ്യം ജിസിയ ഇല്ല. കാരണം ഇന്ന് എല്ലാ പൗരന്മാർക്കും ഒരേ നികുതിയാണ്. അതൊക്കെ പുതിയ കാലത്തെ മാറ്റം. ഇങ്ങനെയൊക്കെ പഠിക്കണം നമ്മൾ ഇസ്ലാമിനെ. ഈ പുറത്ത് ഇസ്ലാം വിമർശകർ, ഇസ്ലാം വിട്ടവർ, എക്സ് മുസ്ലിം, നാസ്തികർ, നിരീശ്വരർ, നിർമ്മതവാദി, യുക്തിവാദികൾ എല്ലാം പറയുന്ന FB പോസ്റ്റ് വായിച്ചിട്ട് നമ്മുടെ പുതുതലമുറ നിരാശരായിരിക്കുന്നു എങ്കിൽ കാരണവന്മാരായ എനിക്കും നിങ്ങൾക്കും വലിയ പങ്കുണ്ട്. അവർക്ക് ഇസ്ലാമിൽ അഭിമാനം കൊള്ളാൻ കഴിയുന്ന ഒന്നും നമുക്ക് നൽകാൻ പറ്റില്ല. മിമ്പറുകൾക്കും പറ്റിയില്ല. എന്നും നിസ്കാരത്തിനർത്ഥം പറഞ്ഞു മാത്രമാണ് ചർച്ച ചെയ്തത്. അതിനപ്പുറത്ത് ഒന്നും പഠിപ്പിച്ചില്ല. ഇതൊക്കെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ നീതിപൂർവമായ ഭരണമാണ് കിസ്രയുടെ രാജ്യത്ത് പേർഷ്യയിൽ പിന്നീട് നടന്നത്. നിഷ്കൃഷ്ടമായ നീതി, എല്ലാവർക്കും നീതി, വിഭവങ്ങൾ കൃത്യമായി പങ്കുവെക്കുന്ന ക്രമം, എല്ലാവർക്കും ജീവിക്കാനുള്ള വഴികൾ, വീട്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം. അങ്ങനെ അങ്ങ് വന്നപ്പോ പേർഷ്യ മുസ്ലിമായി. ഇങ്ങനെയാണ് സഹോദരന്മാരെ പേർഷ്യ, ഇറാൻ, ഇപ്പോഴത്തെ ഇറാനും പരിസരത്തുള്ള ഇറാഖിന്റെയും സിറിയയുടെയും പ്രദേശത്ത് പേർഷ്യ മുസ്ലിമായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിൻ്റെ അധിനിവേശമല്ല,
ഇസ്ലാമിൻ്റെത് എക്സ്പാൻഷനാണ്. ഇസ്ലാമിക് എക്സ്പാൻഷൻ എന്നാണ് പ്രയോഗം. അതാണ് അതിന്റെ ചരിത്ര വ്യാപനമാണ്. അവിടുത്തെ മനുഷ്യരെ ആക്രമിക്കുന്ന ഭരണാധികാരികളെ നീക്കം ചെയ്ത് ആ സമൂഹത്തെ സ്വതന്ത്രമാക്കും ഇസ്ലാം. അവിടുത്തെ വിഗ്രഹാരാധനാ ക്രമത്തെ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള വഴികൾ ചെയ്തു കൊടുക്കും ഇസ്ലാം. അങ്ങനെ അവർ സ്വീകരിച്ചാൽ മുസ്ലിമായി ജീവിക്കും, ഇല്ലെങ്കിൽ മാന്യമായി ജീവിക്കാം. ഈ രീതിയിലുള്ള ഇസ്ലാമിക് എക്സ്പാൻഷൻ ആണ് നടന്നത്. അല്ലാതെ ഇസ്ലാമിക് ഒക്കുപ്പേഷൻ ഇല്ല, അത് തെറ്റായ പ്രയോഗമാണ്. ഇസ്ലാമിക് കോൺകറിങ് ഇല്ല, അത് തെറ്റായ പ്രയോഗമാണ്. പദങ്ങളുടെ രാഷ്ട്രീയം പഠിക്കണം. ഇസ്ലാമിന് നേരെ ഇസ്ലാമിക അധിനിവേശം എന്നിവന്മാര് പറയും, തെറ്റാണ്. ഇസ്ലാമിക അധിനിവേശമില്ല. അധിനിവേശം ചെയ്യുന്നവൻ ഈ രാജ്ഞി പറഞ്ഞതുപോലെ അവിടെ കയറി അവിടുത്തെ സകലം നശിപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. ഇവിടെ മുഗളന്മാർ ഭരിച്ചു കുറെ കാലം ഇന്ത്യയിൽ. മുഗളന്മാർ ഇവിടെ ജീവിക്കുക ചെയ്തു. ഇവിടുത്തെ സ്വത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അവരിവിടെ ജീവിച്ചു, ഇവിടെ തലമുറ ജീവിച്ചു. ഈ നാട്ടിൽ എല്ലാം ഉണ്ടാക്കി ഇവിടുത്തെ എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ അവസരം ഉണ്ടാക്കി. മറ്റു ഭരണാധികൾ ചെയ്യുന്ന പോലെ ഇവർ അക്രമം കാണിച്ചിട്ടുണ്ടാവാം. അത് രാജഭരണത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമുള്ള അക്രമങ്ങളാണ്. ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ അധിനിവേശം ചെയ്തു, സകലതും കൊണ്ടുപോയി. നിലമ്പൂർ കാട്ടിൽ നിന്ന് നമുക്കൊരു റെയിൽ പാതയുണ്ട്. ആ റെയിൽ പാത ഈ മലബാറിലെ, ഈ കേരളത്തിലെ, ഈ മലപ്പുറത്തെ, ഈ വയനാട്ടിലെ, ഈ നിലമ്പൂരിലെ സകല മരങ്ങൾ ഉൾപ്പെടെയുള്ള സ്വത്തുക്കളും കൊള്ളയടിച്ചിട്ട് തിരുവനന്തപുരത്തെ തുറമുഖത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ്, അതാണ് അധിനിവേശം. ഇറാഖിനെ അധിനിവേശം ചെയ്തു, അതിനെ നശിപ്പിച്ച വിഭവങ്ങൾ എണ്ണ എല്ലാം സ്വന്തമാക്കി. ഫിലസ്തീൻ അധിനിവേശം ഇസ്രായേലിന് വേണ്ടിയിട്ട്, ഇസ്രായേൽ രാഷ്ട്രത്തിന് വേണ്ടി, ഗ്രേറ്റ് റൈസ് സംവിധാനത്തിന് വേണ്ടി അവിടുത്തെ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ അധിനിവേശം ചെയ്യുന്നു, നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ അറിയുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അധിനിവേശം, ഇസ്ലാം പറഞ്ഞ അധിനിവേശത്തെ കുറിച്ച് കൃത്യമായ നിർവചനം മുമ്പിലുണ്ട്. സൂറ അന്നമിലെ ഈ വാക്യം മുമ്പിലുണ്ട്. രാജ്യത്തെ വർത്തമാനമുണ്ട്. ശേഷം സുലൈമാൻ നബി കാണിച്ചത് പാഠമുണ്ട്. പേർഷ്യയുടെ മാറ്റത്തിൽ ഇസ്ലാമിന്റെ പങ്കുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രം വായിക്കുക, ശരിയായിട്ട് വായിക്കുക. മുസ്ലിമീങ്ങൾ കരുത്തരായിട്ട് മാറും, ഈ സമൂഹം കരുത്തരായിട്ട് മാറും. അതുകൊണ്ട് അധിനിവേശമല്ല, ഇറാനിനെ കീഴ്പ്പെടുത്താൻ ശ്രമങ്ങളാണ്. ഇപ്പോഴും ഇന്നലെയും പറഞ്ഞത് കീഴ്പ്പെട്ടോണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് അയക്കുന്നതാണ്. ഹോർമുസ് തുറക്കണം, ഇല്ലെങ്കിൽ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞപ്പോ അവർ കരുത്തണം. തുറക്കാൻ താക്കോല് കാണാല്ല എന്നാ. മാന്യമായി സംസാരിക്കാൻ കരുത്തരായി മാറണം. അഹ്ലു സുന്നത്താവട്ടെ ഷിയാക്കളാവട്ടെ, നമ്മുടെ മുമ്പിൽ മർദ്ദിതൻ മുസ്ലിം എന്ന ഒരു ഏകകത്തിനകത്ത് കരുത്തോടെ സംസാരിക്കാൻ കരുത്തുള്ള മനുഷ്യരുണ്ടാവണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. നമ്മുടെ അഹ്ലു സുന്നത്തിലെ ഭരണാധികാരികൾ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ സന്തോഷിപ്പിച്ച് എല്ലാ അറബ് രാജ്യത്തും അവർ അമേരിക്കക്ക് ബേസ് തുറന്നു കൊടുത്തു. അവിടുത്തെ ചെലവ് അവർ കൊടുക്കുകയാണ്. വർഷങ്ങൾ എത്രയോ റിയാല് കോടി കൊടുത്തുകൊണ്ടിരിക്കും. പെണ്ണും കള്ളുമൊക്കെ അതിന്റെ ഭാഗമാണ്. അനുഭവസ്ഥർ പറഞ്ഞു തരും കഥകൾ. അവസാനം ഇറാൻ അടിച്ചപ്പോൾ നമ്മളൊക്കെ വിധി എഴുതി അറബ് രാഷ്ട്രങ്ങളെ അടിക്കുന്നു, അല്ല അമേരിക്കയാണ് അടിച്ചത്. അമേരിക്കയുടെ ബേസുകളെ അടിച്ചു, തകർത്ത് കളഞ്ഞു. അമേരിക്കൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥ താമസിക്കുന്ന ഇടങ്ങളും ആക്രമിച്ചു. അപ്പൊ ഇവർക്ക് ബോധ്യം, അവർ കെട്ടും കെട്ടി ഓടി. അപ്പൊ തമ്പുരാക്കന്മാർ അറബി തമ്മിൽ ബോധ്യമായി, ഇവര് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. ഇപ്പതാ അവർ അങ്ങോട്ട് ചൈനയിലേക്ക് പോകുന്നു, കുറെ ആൾ റഷ്യയിലേക്ക് പോകുന്നു. ചരിത്രം അങ്ങ് മാറുകയാണ്. ചരിത്രം മാറണം. അധിനിവേശ ശക്തികളായ ദുഷ്ടലാക്കോടെ മുന്നോട്ട് പോകുന്ന ഭരണ സംവിധാനം തകർക്കണം. ലോകക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇസ്ലാമിന് അതിന് കഴിയൂ. അത് മുസൽമാന് കഴിയുന്ന ഒന്നാ. അതുകൊണ്ടാണ് കൃത്യമായ പാഠം ഖുർആൻ പഠിപ്പിച്ചത്. ഇത് രാഷ്ട്രമാണ്, രാഷ്ട്രീയമാണ്, രാഷ്ട്രാന്തരീയമാണ്, അന്താരാഷ്ട്ര സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമാണ്. ഇത് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ. ഇങ്ങനെ ലോക വിവരമുള്ളവരായിട്ട് മാറാൻ മുസൽമാന് കഴിയുന്ന കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ഇസ്ലാം. അത്തരം ഒരുപാട് പാഠങ്ങളാണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആന്റെ പേജുകൾ ഉൾച്ചേർത്ത്. ഇത് സൂറത്തുൽ നംലിലെ സംഭവകുലമായ ഒരു കഥയാണ്, ഒരു ചരിത്രമാണ്. അത് കേവലം എത്ര കാലമായി ഞാൻ നിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ട് ഖത്മ തീർക്കാത്തവരായി നമ്മുടെ ധാരാളത്. പക്ഷെ പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞോ? അള്ളാഹു സൂറ യൂസുഫിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് ഈ സംഭവത്തിൽ. ഖുർആൻ പറഞ്ഞ കിസ്സയിലെ ഖസസ്, കഥകൾ, ആ കഥയിലെ ഇബ്റ, പാഠമുണ്ടല്ലോ നിങ്ങൾക്ക്. ലിഉലിൽ അൽബാബ്, ലുബ്ബുണ്ടെങ്കിൽ നിങ്ങൾ മഫന്മാരായി, വിഡ്ഢികളായി, അജ്ഞരായി, അങ്ങനെ അടിമകളായി, വിധേയപ്പെട്ട പാവങ്ങളായി ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ ഒരിക്കലും വഴി കാണിക്കില്ല. മാകാന ഹദീസൻ യുഫ്തറ,
ഇതൊന്നും വെറും കെട്ടുകഥകളല്ല ഖുർആനിലെ ഈ കഥകൾ. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, മുമ്പ് നടന്നു പോയ സംഭവങ്ങൾ ശരിയായ തസ്ദീഖ്, ശരിയായ വിവരണങ്ങളാണ് കേട്ടോ. അത് മുൻ വേദങ്ങൾ രേഖപ്പെടുത്തുക. സോളമാൻ രാജാവിനെ കുറിച്ച് ബൈബിളും തോറയും പറയുന്നുണ്ട്. മുൻ വേദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ഗൈഡൻസ് ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുകൂടിയാണ് ഈ ചരിത്രങ്ങൾ. വിശ്വാസികളായ മനുഷ്യർക്ക് മാർഗദർശനവും അള്ളാഹുവിന്റെ കാരുണ്യവും കൂടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിന്റെ മുമ്പിൽ, ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെയുള്ള പദാവലി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ വ്യാപനത്തെ, മർദ്ദിതരായ ജനതയുടെ വിമോചനത്തെ അധിനിവേശ പ്രയോഗത്തിലൂടെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഇസ്ലാം വിദ്വേഷികളുടെ, ഇസ്ലാം വിരോധികളുടെ, ഇസ്ലാമോഫോബിക്കുകളായ ആളുകളുടെ വർത്തമാനത്തിൽ വീഴാതെ എന്താണ് ഇസ്ലാമിന്റെ വ്യാപനത്തിന്റെ രീതി, നിലവിലുള്ള അധിനിവേശവും ഇസ്ലാമിന്റെ വ്യാപനവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കിസ്റ, പേർഷ്യ ഇസ്ലാമിന് വിധേയമായ ശേഷം അഗ്നി ആരാധകരായ പേർഷ്യ പിന്നെ എങ്ങനെ ഇസ്ലാമായി, ഇന്നും ആ പേർഷ്യ മുസ്ലിമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു ഔചിത്യബോധം മുസ്ലിമീങ്ങൾക്ക് സാധ്യമാവണം. അപ്പൊ ലോക രാഷ്ട്രീയവും അതിന്റെ രാഷ്ട്രീയ ഭൂപടവും ലോക രാഷ്ട്രത്തിലെ ഗതിമാറ്റവും ഒക്കെ നമുക്ക് ദൈനംദിനം വായിച്ചെടുക്കാൻ കഴിയും. അത്രയും കൃത്യതയുള്ള വർത്തമാനങ്ങൾ നമുക്ക് നൽകുന്ന കൃത്യമായ ഉത്ബോധനമാണ് ഖുർആൻ. ഖുർആൻ നൽകുന്ന ചരിത്ര പാഠങ്ങളെ യഥാവിധി പഠിച്ച് മുന്നോട്ട് പോകാൻ, പാഠം ഉൾക്കൊള്ളാൻ, സക്രിയരായിട്ട് മാറാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ നാം എങ്ങനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന് ഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗാവസ്ഥ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളെ കുറിച്ച് നമ്മുടെ സഹോദരന്മാർ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അള്ളാഹു ശിഫയും ശമനവും പൂർണ്ണമായ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസം അള്ളാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.